ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. കുറേ ആയി അൽഫാമൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓർഡർ കൊടുക്കുന്നത് പൊറോട്ട അൽഫാമുമാണ്. ഇപ്പോൾ പിന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് അൽഫാം വന്നിട്ടുണ്ട്. പെരി പെരി അൽഫാം, ഹണി അൽഫാം. സോ ഇന്ന് എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയി അൽഫാം കഴിക്കുന്നില്ല, ഇന്ന് വീട്ടിൽ തന്നെ അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ പപ്പയാണെങ്കിൽ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ആണെങ്കിൽ മമ്മി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ചിക്കൻ കറിയായിരുന്നു. പക്ഷേ ചിക്കൻ ഭയങ്കര ഹാർഡായിരുന്നു. അപ്പം അത് കഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇന്ന് ചിക്കൻ ഭയങ്കര ഹാർഡാണല്ലോ എന്ന്. അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആണെങ്കിൽ മമ്മി പപ്പയോട് ചോദിച്ചു എവിടുന്നാണ് ചിക്കനൊക്കെ മേടിച്ചതെന്ന്. അപ്പോഴാണ് പപ്പ പറയുന്നത്, ഞാൻ രാവിലത്തെ തിരക്ക് കാരണം മറന്നുപോയി, ഇത് നാടൻ ചിക്കനാണ്. നാടൻ ചിക്കൻ പിന്നെ ആണെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. ഇനിയിപ്പോൾ അൽഫാം ഉണ്ടാക്കുമ്പോൾ എന്താവും എന്നറിയില്ല. അങ്ങനെ ഇച്ചായൻ പറഞ്ഞു, എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ, നമുക്കിനി ഉണ്ടാക്കാം. അങ്ങനെ ഇന്ന് അൽഫാം ഉണ്ടാക്കുന്നത് ഇച്ചായനാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഇച്ചായൻ ചിക്കനൊക്കെ കഴുകിയെല്ലാം വെച്ചു. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ട മസാലാസ് എല്ലാം എടുത്തു വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് തൈരും. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തു. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. സോ ഞങ്ങളിത് വൈകുന്നേരം 4 മണിക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്തെല്ലാം വെച്ചു. അതാവുമ്പം ചിക്കനിലേക്ക് ആ മസാല എല്ലാം നന്നായി മിക്സായി കിട്ടും. ഇപ്പം നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ, ഇപ്പം എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് മമ്മി ഞങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. മമ്മി ആണെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് സ്പെഷ്യൽ ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. എബിക്കുട്ടനാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുക എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. റെഡിയായോ എന്ന് മമ്മിയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എബിക്കുട്ടനാണെങ്കിൽ തീരെ ക്ഷമയില്ല. അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തന്നെ തുറന്നു നോക്കുക, ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. അങ്ങനെ മമ്മി ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അവനും ലെമൺ ജ്യൂസ് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം. അവനും ലെമൺ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പൊളി ലെമൺ ജ്യൂസ് ആയിരുന്നു. ഈ ചൂടത്ത് തണുത്ത ലെമൺ ജ്യൂസ് കുടിക്കുമ്പം ആ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 4 മണിയായി. ഇനി ഞങ്ങൾ അൽഫാം പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പം ഇച്ചായനാണെങ്കിൽ കാനലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മമ്മി ആണെങ്കിൽ പുറത്തൊരു ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മമ്മി ചോറ് വയ്ക്കുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേപ്പറും ചിരട്ടയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കത്തിച്ചു. ഇവിടെ കത്തിക്കാൻ തന്നെ കുറേ ടൈം പോയി. അങ്ങനെ ഫൈനലി അത് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ഗ്രിൽ മെഷീനിലാണെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് വെക്കാം. സോ ചിക്കൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഗ്രിൽ മെഷീനിലാണെങ്കിൽ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇച്ചൂട്ടനാണെങ്കിൽ ഒരു പൂച്ച ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് എണ്ണീറ്റു. നിങ്ങൾ വിചാരിക്കും എബിക്കുട്ടനെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ, അവനാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉറക്കമാണ്. അതാവൻ വീഡിയോയിലൊന്നും കാണാത്തത്. എബിക്കുട്ടൻ എണ്ണിക്കുന്നതിന് മുന്നേ തന്നെ അൽഫാം പരിപാടി കംപ്ലീറ്റ് ചെയ്യണം. അവൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആകെ ഡൗണായി. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് റണ്ണിങ് നോസും സ്നീസിങ്ങും ഒക്കെ തുടങ്ങി. ഞാൻ കുളിച്ചിട്ട് വന്നിട്ടാണെങ്കിൽ വേർപ്പൊക്കെ താന്നിട്ട് ആ പുകയൊക്കെ അടിച്ചിട്ട് ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് റണ്ണിങ് നോസും സ്നീസിങ്ങും ഒക്കെ ആയി. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അൽഫാം ഉണ്ടാക്കിയാൽ മതിയെന്നായി.
അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ കണ്ണിൽ ഊതാൻ ആ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഡസ്റ്റ് പാൻ വെച്ചിട്ടായിരുന്നു വീശി കൊടുക്കുമായിരുന്നു. പുതിയൊരു ഡസ്റ്റ് പാൻ ആയിരുന്നു, അതിൻ്റെ കാര്യം തീരുമാനമായി. അതിൻ്റെ പിടി ഞങ്ങൾ പൊട്ടിച്ചു. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ ഓഫ് അൽഫാം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് ഇട്ടിരിക്കുന്നത്. അൽഫാം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, അതിൻ്റെ മസാലയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് വേവാൻ ടൈം എടുക്കും. അതുകൊണ്ട് ചിക്കൻ ഭയങ്കര മുറ്റായിരുന്നു. ഇച്ചായനാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ടാണ് പരിശ്രമിക്കുന്നത്. ഒറ്റ കൈയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് 2 കൈയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഈ അൽഫാം പ്രിപ്പറേഷൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് ഓൾ ലൈക്ക് ദിസ് വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ till then bye bye.